ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ഹാപ്പിനെസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ മോർണിംഗ് റുട്ടീനിലേക്ക് കടന്നാലോ. അപ്പോൾ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്താ പറയുക, ഇനി അപ്പോൾ ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ എന്താണെന്നറിയില്ല, ഇന്നലെ ഞാൻ ഫുഡൊക്കെ റെഡിയാക്കി എല്ലാം പാക്ക് ചെയ്ത് വെച്ച ശേഷമാണ് കാലത്തെ ഡ്രിങ്ക് കഴിക്കാൻ പോയത്. ഇന്നെന്തോ എനിക്ക് നേരത്തെ കഴിക്കണം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം നമ്മുടെ ഡീറ്റോക്സ് വാട്ടർ തന്നെ ഫസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം. ഓക്കെ, ബൈ. നമ്മളുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വളരെയധികം തീവ്രമായി ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ദിവസം അത് നമുക്ക് സ്വന്തമായി കയ്യിൽ കിട്ടും കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നതും നമുക്കില്ലാതെ പോയ ആ ഒരു സൗഭാഗ്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മളെ ഏതെങ്കിലും തരത്തിൽ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വളരെയധികം എന്താ പറയുക, ആ ഒരു കാര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് എപ്പോഴെങ്കിലും സ്വന്തമായി കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കും. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പം എനിക്ക് കുഞ്ഞുങ്ങളില്ലാതിരുന്ന് കഴിഞ്ഞിട്ട് ഒരു 7 വർഷത്തിന് ശേഷമാണ് വാവ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ദൈവമേ എൻ്റെ ഈ പ്രായത്തിൽ അപ്പോൾ ഉണ്ണി ഉണ്ടാവുകയാണെന്ന് അറിഞ്ഞപ്പോഴും, പിന്നെ അതല്ലെങ്കിൽ ഉണ്ണി ലൈഫിലേക്ക് കടന്നു വന്നപ്പോഴൊന്നും ഒരിക്കലും അങ്ങനെ വലിയ കാര്യമായിട്ട് അതിനെപ്പറ്റി ആദ്യമൊന്നും അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. പക്ഷെ പിന്നീട് പലപ്പോഴും അത് ഓരോ ഓരോ സാഹചര്യങ്ങളിലും ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും, വീട്ടിലത്തെ കാര്യങ്ങളും കുഞ്ഞിന് എല്ലാം കൂടി മാനേജ് ചെയ്യേണ്ടി വന്നപ്പോൾ, എന്തൊരു നമുക്ക് വയ്യായ്ക വന്നാലും അങ്ങനെ നമുക്ക് വേറെ എക്സ്റ്റേണൽ സപ്പോർട്ട്സ് ഒന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യേണ്ടി വന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വാവ സ്കൂളിൽ പോയി തുടങ്ങി. അപ്പോൾ ആദ്യത്തെ 2 വർഷം അവൾ പ്രീ കെ ജിയിൽ ഇരുന്നോട്ട് ഏജ് ഒരു 2 മാസത്തേക്കോ 3 മാസത്തേക്കോ വ്യത്യാസമുണ്ട്. ഒക്ടോബറിലാണ് വാവയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാവേനെ സ്കൂളിൽ 2 വർഷം വിട്ടപ്പോൾ നമുക്ക് അങ്ങനെ വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവൾ എഴുന്നേൽക്കുന്ന ദിവസം അല്ലെങ്കിൽ അവളെ നമ്മൾ നിർബന്ധിച്ച് ആ ഒരു ടൈമിൽ സ്കൂളിലേക്ക് വിടാനായിട്ട് ശ്രമിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ ഇപ്പോൾ അവൾ എൽ കെ ജിയിലായി കഴിഞ്ഞപ്പോൾ നമ്മളെന്തായാലും പഠിക്കണം എന്നുള്ള ഒരു സ്റ്റേജിലേക്കാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായിട്ട് അവളെ സ്കൂളിൽ വിട്ടേ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. പക്ഷേ തുടക്കത്തിലൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഈ CBSE കാര്യങ്ങളൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ ഒരുപാട് അപ്പുറത്തുള്ളൊരു കാര്യമാണ്. പിന്നെ അതിനേക്കാളുപരി ഈ ഒരു പ്രായത്തിൽ എനിക്ക് റെഗുലറായിട്ട് അവളെ സ്കൂളിലേക്ക് വിടാൻ പറ്റുമോ അതൊന്നും അറിയില്ല. എങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവളുടെ ഒരു ഭാവിയും അവളുടെ നന്മയും ഒക്കെ നമ്മൾ കരുതുമ്പോൾ അത് നമ്മൾക്ക് കൂടുതൽ എനർജി തരുന്നുണ്ട്. എത്ര വയ്യെങ്കിലും ഇപ്പോൾ ഞാൻ പണ്ടൊക്കെ എന്ന് വെച്ചാൽ വയ്യാന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ കിടക്കും, രാവിലെ എഴുന്നേറ്റിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നമുക്ക് ആരെയും പ്രത്യേകിച്ച് ഒന്ന് റെഡിയാക്കി വിടേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം ചേട്ടൻ എല്ലാ കാര്യങ്ങളും ചേട്ടൻ്റേതായ രീതിയിൽ ചെയ്ത് പോകാൻ അറിയുന്ന ഒരാൾ കൂടി ആയതുകൊണ്ട് എനിക്കതങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടായിട്ടും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ നീ പറഞ്ഞ പോലെ ആ ഒരു എനർജി നമുക്ക് അവളുടെ ഭാവിനെ ഓർക്കുമ്പോൾ ഉള്ള ആ ഒരു എനർജി ഉണ്ടല്ലോ, അത് കിട്ടുന്നതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആയിട്ടുള്ളൊരു തോന്നൽ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ ലൈഫിലത്തെ സമയം എന്ന് പറയുന്നതും സമയം മാനേജ് ചെയ്യാൻ അറിയുക എന്നുള്ളതും. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ എന്താ പറയുക, ഉണ്ണി ഒരുപാട് ലേറ്റായിട്ട് ഉണ്ടായതിലൊക്കെ പലപ്പോഴും ആലോചിക്കുമ്പോൾ അയ്യോ ഇത്രയും വൈകിട്ട് ഈ ഒരു പ്രായത്തിൽ എങ്ങനെ മാനേജ് ചെയ്യുന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് പലപ്പോഴും ടെൻഷനുണ്ട്. അത് ഉണ്ടാവാറുമുണ്ട്, ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ. എങ്കിൽ പോലും അത് മാനേജ് ചെയ്യാനും ഞാൻ ഓരോ രീതിയിൽ ഞാൻ അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നിരന്തരമായിട്ട് പരിശ്രമിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ദിവസം നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് നമ്മളുടെ കയ്യിൽ തന്നെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിലായി തീരുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ എൻ്റെ ചില ഫ്രണ്ട്സിനെയൊക്കെ ഇങ്ങനെ ആലോചിക്കും, അവരൊക്കെ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും സമയത്തിന് എഴുന്നേറ്റ് കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടാനായിട്ടുള്ള ഒരു ശ്രമം. കാര്യം മറ്റ് പല കാര്യങ്ങളിൽ എന്നെപ്പോലെയോ അല്ലെങ്കിൽ എന്നേക്കാൾ അധികമോ മടിയന്മാരായിട്ടുള്ള പല സുഹൃത്തുക്കളും എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെയൊക്കെ ആലോചിക്കുമ്പോൾ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ളത് ഞാൻ ആലോചിക്കും കേട്ടോ. അങ്ങനെയൊക്കെ നമ്മൾ സ്വയം മോട്ടിവേറ്റഡ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എന്താണെങ്കിലും കാലത്തുള്ള കാര്യങ്ങളൊക്കെ അവൾ സെറ്റാക്കുകയാണ്. ഉണ്ണിക്കുള്ള കൊണ്ടുപോകാനുള്ള ഫ്രൂട്ട്സ്, എല്ലാ ദിവസവും ഫ്രൂട്ട്സ് ഒന്നുമില്ല, ചില ദിവസങ്ങളിൽ നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തു വിടും. ചില ദിവസങ്ങളിൽ അവളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അവൾക്ക് വേണ്ടി വാങ്ങിക്കുന്നത്. കഴിക്കാൻ സ്നാക്സ് ടൈമിൽ ആക്ച്വലി ഉണ്ണി കാലത്ത് തന്നെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത് തന്നെ. അപ്പോൾ എന്താ പറയുക, അതുകൊണ്ട് തന്നെ അവൾക്ക് സ്നാക്സ് ടൈമിൽ അങ്ങനെ വലിയൊരു വിശപ്പൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്താ പറയുക, എല്ലാവരും കഴിക്കുന്ന സമയത്ത് അവൾക്കും എന്തെങ്കിലും കഴിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മെയിൻലി ഇതൊക്കെ കൊടുത്തു വിടുന്നത്. അതല്ലാതെ ആക്ച്വലി അവൾക്ക് ഇടനേരത്തൊരു ഫുഡിൻ്റെ ആവശ്യം തന്നെ ഇല്ല.
പിന്നെ ഞാൻ വാവയുടെ ബാഗൊക്കെ രാവിലെയാണ് കേട്ടോ പാക്ക് ചെയ്യുക. അവളുടെ സ്കൂളിൽ നിന്നുള്ള സ്ലേറ്റൊക്കെ എടുത്ത് എല്ലാം മായ്ച്ച് എല്ലാം ക്ലിയർ ആക്കിയൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ബാഗൊക്കെ പ്രിപ്പയർ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് വാവേനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാനായിട്ട് പോവുക. തലേ ദിവസം നമ്മൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം ബാഗൊക്കെ തുറന്ന് നോക്കി എല്ലാം ചെക്ക് ചെയ്ത് എന്തൊക്കെയാണ് പഠിപ്പിച്ചിട്ടുള്ളതെന്നൊക്കെ നോക്കും. പിന്നെ വീട്ടിൽ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബുക്ക് വെച്ചതിൽ നമ്മൾ അവളുടെ ഒരു മൂഡ് അനുസരിച്ച് എത്രത്തോളം എഴുതും അതിനനുസരിച്ചിട്ട് അവളെ അന്നന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ചോദിച്ചിട്ട് വെറുതെ ഒന്ന് എഴുതിപ്പിക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ മിസ്സ് പറഞ്ഞിട്ടുണ്ട് ഇത് കമ്പൽസറി ആയിട്ടല്ല, പക്ഷേ അത് ചെയ്യിപ്പിച്ചാൽ നല്ലതാണ്. സ്കൂളിൽ അത്യാവശ്യം ചെയ്യുന്നൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും സ്കൂളിൽ നിന്ന് അത്യാവശ്യം നന്നായി പഠിപ്പിച്ച് തന്നെയാണ് കേട്ടോ വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എനിക്കങ്ങനെ വലിയ ടെൻഷനില്ല. സ്കൂൾ തുറന്ന സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. എങ്ങനെ പഠിപ്പിച്ചെടുക്കും, ഇത് CBSE ആണ്, ഇവരുടെ സിലബസിനെ കുറിച്ച് ഒന്നും നമുക്കറിയില്ല. അങ്ങനെയൊക്കെയുള്ളപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ പതിയെ പതിയെ ഞാനും ഇപ്പോൾ അതായിട്ട് സെറ്റായി, ഏകദേശം മനസ്സിലായി ബുക്ക്. പിന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ച് എല്ലാ കാര്യങ്ങളും കുറച്ചീശെയൊക്കെ മനസ്സിലാക്കിയൊക്കെ എടുത്ത് ഇപ്പോൾ എനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ കത്തി. പിന്നെ ഞാൻ ചേട്ടനോട് ചോദിക്കും ഇതെങ്ങനെ ചെയ്യാം, എങ്ങനെയായിരിക്കും ഇത് ഉദ്ദേശിക്കുന്നുണ്ടാവുക എന്നുള്ളതൊക്കെ ചേട്ടനോടും കൂടി ചോദിക്കും കേട്ടോ. അങ്ങനെ ചോദിച്ചിട്ട് ചേട്ടനുള്ളപ്പോൾ ചേട്ടനോട് ചോദിക്കും, അതല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിന് ശുഭയോട് ചോദിക്കും. അപ്പോൾ ആൾ പറയും ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇന്നതായിരിക്കും ബുക്ക്. കാരണം അവരുടെ മക്കൾ ICSE ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷേ ഏകദേശം എന്തായാലും മക്കളെ പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു പരിചയം ഉള്ളതുകൊണ്ട് തന്നെ ആളപ്പോൾ കുറേ ആൾക്കറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരും. അപ്പോൾ അതുപോലെ ചിലപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്ത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഞാൻ ഇതുവരെയൊക്കെ സെറ്റാക്കി കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ലഞ്ച് പാക്കിങ്ങും അങ്ങനെയൊക്കെ കഴിഞ്ഞു. ബാഗ് ഓൾറെഡി ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്ത് മഴ ചെറുതായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഗംഭീര മഴയാണ്, വലിയ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി റോസ് മോളെ എഴുന്നേൽപ്പിക്കണം കേട്ടോ. എഴുന്നേൽക്കും ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ല എനിക്ക്. എന്താ വെച്ചാൽ ഇന്നലെ ഞങ്ങൾ നല്ല ലേറ്റായിട്ടാണ് കിടന്നത്. 11 മണി ഇന്നലെ കിടക്കുമ്പോൾ. ഇന്നലെ ഞങ്ങളുടെ പഴയ നെയ്ബർ ആൻറ്റീൻ്റെ വീട്ടിൽ പോയി, പുറത്തേക്ക് പോയതാണ്. അപ്പോൾ എന്തായാലും ആ ഭാഗത്തല്ലേ വീട് എന്നുള്ളത് കൊണ്ടേ അതിന് അങ്ങോട്ടായിട്ട് ഇപ്പോൾ പോക്ക് കുറവാണ്. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു ഒന്ന് പോയി കണ്ടേക്കാം എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷേ അവിടെ പോയിരുന്ന് സംസാരിച്ച് 7 മണിയായി ഞങ്ങൾ വന്നപ്പോൾ. അല്ല, 7 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീടെത്തുമ്പോൾ 8 മണി കഴിഞ്ഞു. ഈ 8 മണി കഴിഞ്ഞ് ഇവിടെ വന്ന് വേഗം ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട്, നെയ്ബറായിട്ടുള്ള ഒരു പെൺകുട്ടി, ആൾ കയറി വന്നു. അപ്പോൾ ആൾ വന്ന് അപ്പോൾ ഒരു കുറച്ച് നേരം ആൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ആൾ പോയപ്പോൾ 9 മണി കഴിഞ്ഞു, 9-10 അങ്ങനെ എന്തോ ആയപ്പോഴാണ് ആൾ പോയത്. അപ്പം തന്നെ അവിടെയും കുറച്ചും കൂടി നേരം വൈകി. ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വാവനെ ഫുഡ് അടുപ്പിച്ചിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ നേരം വൈകി. അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക ഉണ്ണിക്ക് ഫുഡ് കൊടുത്ത് ഞാനും കഴിച്ച്. അപ്പോൾ ആ സമയത്ത് ഞാൻ അനാവശ്യമായിട്ട് കുറച്ച് നേരം ഫോൺ നോക്കാനിരുന്നു. ആ ഇരുന്ന സമയം എൻ്റെ പിന്നെയും അപഹരിച്ചു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോൾ വൈകിപ്പോയി. അപ്പോൾ അത് കാരണം അറിയില്ല എങ്ങനെയായിരിക്കും, എഴുന്നേൽക്കുമോ എന്താണെന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ ഇവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു, കിട്ടില്ല, പോട്ടെ സാരില്ല. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. തലയും കുത്തിക്കിടന്ന് ഉറങ്ങുന്നുണ്ടാവുള്ളൂ. അതേ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഇപ്പം കേൾക്കാം ഒരു ഗുസ്തി. വാവയുടെ കിടക്കുന്ന രീതിയും എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ചേട്ടനെ പോലെയാണ്. ചേട്ടനത് പറയുമ്പോൾ നിൻ്റെ സ്വഭാവങ്ങളൊന്നുമില്ല, എൻ്റെ സ്വഭാവം മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കും. സ്വഭാവത്തിൻ്റെ അല്ല ഞാൻ പറഞ്ഞത്, ആ ഒരു ചെയ്യുന്ന ആ ഒരു പാറ്റേൺ എന്ന് പറയില്ല നമ്മൾ, അത് കറക്റ്റ് ചേട്ടൻ്റെ പോലെയാണ്. തക്കര കുട്ടിക്ക് നൊമ്മാണി നൊമ്മാണി അമ്മയുടെ പൊടി നൊമ്മാണി. നമ്മുടെ ഭാഗത്ത് ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ ആഴ്ചയില്ല അമ്മേനെ. കുഞ്ഞു 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 കുക്കിരി 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 കാക്കിരിക്കുമ്മം കുക്കിരിക്കുമ്മം കുഞ്ഞി കാക്കിരി കുഞ്ഞി പീക്കിരി വാവേ സ്വത്ത് പീക്കിരി വാവേ. അതെന്താ വരണ്ട, ഇവിടെ കേട്ടോ ശരിട്ടോ, ഞാൻ പോവാണ്.
കുറേ നേരത്തെ പ്രയത്നത്തിന് ശേഷമാണ് കേട്ടോ വാവ എഴുന്നേറ്റത്. എൻ്റെ പൊന്നേ പുന്നാരിച്ച് ഒരു ലെവലാക്കിയിട്ടാണ് ഞാൻ അതിനെ എഴുന്നേൽപ്പിച്ചത്. പ്രത്യേകിച്ച് കുട്ടികളെ നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്തും അതേപോലെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തും ഒരുപാട് ചീത്ത പറഞ്ഞ് അങ്ങനെയൊന്നും എഴുന്നേൽപ്പിക്കരുതെന്ന് പറയും, അല്ലെങ്കിൽ ധൃതി പിടിച്ചൊന്നും എഴുന്നേൽപ്പിക്കരുതെന്നാണ് ഇപ്പം ഞാൻ അറിയുന്ന ഓരോ കാര്യങ്ങളും. നമുക്കിപ്പോൾ ഇവളുടെ ആ ഒരു പ്രായത്തിലേക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ മാക്സിമം അങ്ങനെയൊക്കെ ട്രൈ ചെയ്യും കേട്ടോ. പിന്നെ ചില ദിവസമൊക്കെ എനിക്ക് കൈവിട്ട് പോകുമ്പോൾ എൻ്റെ ഇത് വഴക്ക് കേട്ട് എഴുന്നേൽക്കേണ്ടി വരാറുണ്ട്. എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ രാവിലെ തന്നെ ഒന്ന് പ്രാർത്ഥിക്കും കേട്ടോ. അപ്പം അതിന് ശേഷമാണ് നമ്മളുടെ ബാക്കി കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കാറ്. ചടപടയെന്നായിരുന്നു. ഓൾറെഡി നമ്മൾ ലേറ്റായി. സമയത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ കറക്റ്റ് സമയത്ത് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് എന്താ പറയുക, കൃത്യമായ രീതിയിൽ സമയത്തിന് എല്ലാം സ്കൂളിലേക്ക് പോകാനും അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ എന്ത് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം ഞാനൊരിക്കലും സമയം കറക്റ്റായിട്ട് പാലിക്കാത്ത ഒരാളാണ്. അരമണിക്കൂറോ 1 മണിക്കൂറോ വൈകി പോകുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ടെൻഡൻസി ഉള്ള ഒരു കാര്യം. ടെൻഡൻസി അല്ല, ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയി പോകുന്നതാണ്. എങ്കിൽ പോലും ഈ ഉണ്ണിയുടെ കാര്യത്തിൽ ഞാനത് മാറ്റാൻ വളരെയധികം ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് കാരണം തന്നെ ഞാൻ അവളെ എങ്ങനെയെങ്കിലുമൊക്കെ കറക്റ്റായിട്ട് സെറ്റാക്കി സമയത്തിന് മുമ്പേ തന്നെ എല്ലാം റെഡിയായിട്ട് ഞങ്ങൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട്. ഞാൻ എങ്ങനെ വൈകിയാലും ഞാനത് അവളുടെ ആ ഒരു സമയം കറക്റ്റായിട്ട് എത്തിക്കാൻ മാക്സിമം ശ്രമിക്കും കേട്ടോ. അങ്ങനെ എത്തുന്നുമുണ്ട്. എനിക്കതുകൊണ്ട് അങ്ങനെ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. പിന്നെ വേറൊരു കാര്യം എന്താ പറയുക, നമുക്ക് കിട്ടാവുന്ന നമ്മളുടെ സമ്പാദ്യങ്ങളിൽ ഏറ്റവും വലിയതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ വേറെ ചിലപ്പോൾ നമ്മളുടെ ലൈഫിൽ വരുന്ന മറ്റുള്ള മനുഷ്യരായിരിക്കാം. ചിലപ്പോൾ അത് നമ്മളുടെ കുഞ്ഞുങ്ങളായിരിക്കാം, ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ പാരൻസ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മളുടെ സഹോദരങ്ങളോ ഫ്രണ്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ 2 സമ്മാനങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും വലിയ 2 സമ്പാദ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ചേട്ടനും ഒന്ന് ഉണ്ണിയാണ്. എല്ലാവർക്കും അവരവരുടെ കുടുംബം എന്ന് പറയുന്ന സംഭവം തന്നെയാണ് ഏറ്റവും വലുത്. അത് തന്നെയായിരിക്കണം നമുക്ക് നമ്മളെല്ലാറ്റിനേക്കാളും ഉപരിയായിട്ട് പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു കാര്യമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെയാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി അതിനുള്ള ഒരു പ്രയത്നം നമ്മളുടെ ഭാഗത്ത് നിന്ന് സ്ഥിരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നല്ലതാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. നമ്മുടെ ലൈഫിൽ ഓരോരുത്തരും കടന്നു വരുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ മക്കളാവാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആര് വേണമെങ്കിലും ആവാം നമ്മളുടെ ചുറ്റുമുള്ള. പക്ഷേ ഒരുപാട് കുറവുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അതിപ്പോൾ നമ്മളുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ളവരിലും ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ മറന്ന് അവരുടെ ആ ഒരു കുറവുകളെയും കണക്കാക്കാതെ തന്നെ അവരെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾക്കാരുണ്ടാവുക എന്നുള്ളതാണ് നമ്മളുടെ ലൈഫിലത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അമ്മ എന്ന രീതിയിൽ എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്, അല്ലെങ്കിൽ ഭാര്യ എന്ന രീതിയിൽ ഒരുപാട് കുറവുണ്ട്. പക്ഷേ എന്നിട്ട് ഇവർ രണ്ടുപേരും എനിക്ക് തരുന്ന ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, അതെനിക്ക് പറഞ്ഞു തീർത്താൽ മനസ്സിലാവില്ല. പറഞ്ഞു തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും സ്നേഹവും സന്തോഷമാണ് രണ്ടുപേരും എനിക്ക് തരുന്നത്. ലൈഫ് എപ്പോഴും അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ലൈഫിൽ എപ്പോഴും ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലൂടെ പോകുന്നൊരു വ്യക്തിയാണ് ഞാനെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരുപാട് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നതിനേക്കാളുപരി നിങ്ങൾ എന്നെ കാണുമ്പോൾ എൻ്റെ ആ ഒരു സന്തോഷം ഇതൊക്കെ വെച്ചിട്ട് കാണുമ്പോൾ നിങ്ങൾ അളക്കുന്ന ആ ഒരു ഇതിനേക്കാൾ ഒരുപാട് ഇരട്ടിയാണ് എൻ്റെ അല്ലെങ്കിൽ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ഞാൻ വിഷമിച്ചിട്ടുള്ളതോ ആയ കാര്യങ്ങൾ. പിന്നെ മറ്റുള്ളവർക്ക് നിസ്സാരമെന്ന് തോന്നുമെങ്കിൽ പോലും ഇപ്പോൾ ഉണ്ണി ഉണ്ടാവാത്ത അത്രയും വർഷങ്ങൾ തന്നെ എൻ്റെ ലൈഫിൽ അത്രയും ഇരുട്ടടഞ്ഞൊരു ജീവിതമായിരുന്നു. ഉണ്ണി ഉണ്ടായ ശേഷമാണ് ഞാൻ ശരിക്കും ജീവിച്ചു തുടങ്ങിയെന്ന് എനിക്ക് സ്വയം തോന്നി തുടങ്ങിയ ഒരു 4-5 വർഷങ്ങളായിരുന്നു ഈ പറഞ്ഞ ഉണ്ണി ഉണ്ടായ ശേഷമുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു കുറവുകൾ, എൻ്റെ എന്താ പറയുക, കുറവുകളെയും പരിമിതികളെയും ഒക്കെ അവൾ മനസ്സിലാക്കുകയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ടും അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. പലപ്പോഴും ഞാൻ ഇങ്ങനെ വിചാരിക്കാറുണ്ട്, എനിക്ക് കിട്ടേണ്ട ഒരു ഗ്രാവിനെയൊന്നുമല്ല എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത്രയും നല്ലൊരു ഗ്രാവിനെ എൻ്റെ കയ്യിൽ ദൈവം വെച്ച് തന്നിട്ടുള്ളത്. പക്ഷേ അതിനെ നോക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹം ദൈവം തന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതേപോലെ തന്നെയാണ് ചേട്ടനും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ രണ്ടും 2 തരത്തിൽ നിന്ന് വന്നിട്ടുള്ള അല്ലെങ്കിൽ 2 രീതികളിൽ നിന്ന് വന്നിട്ടുള്ള വ്യക്തികളായിരുന്നു. ആ വ്യക്തികൾ ചേർന്ന് ഒരേ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടി വന്ന സമയത്ത് ഒരുപാട് കല്ലും മുള്ളും പാറക്കെട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ താണ്ടി കുറച്ചൊരു സ്മൂത്തായ ഒരു രീതിയിലേക്ക് ഞങ്ങളും പരസ്പരം മനസ്സിലാക്കി. കാര്യം കുറേ വർഷത്തെ പ്രണയത്തിന് ശേഷം കല്യാണം കഴിച്ചതാണെങ്കിൽ പോലും ജീവിച്ചു തുടങ്ങുമ്പോഴുള്ള ആ ഒരു മനസ്സിലാക്കലും ഇതൊക്കെ വളരെ വ്യത്യാസമാണ്. നമ്മൾ അതുവരെ കണ്ടതൊന്നുമല്ല നമ്മളുടെ കൂടെയുള്ള ആളുകൾ. അതിപ്പോൾ ഞാനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾക്ക് കുറേ സഞ്ചരിച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുക. പക്ഷേ പലരുടെ ലൈഫിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരിക്കൽ പോലും അല്ലെങ്കിൽ കുറച്ച് നാളൊക്കെ ട്രൈ ചെയ്ത് നോക്കും, നടക്കില്ലേ അപ്പം തന്നെ നമുക്ക് സമയം കളയണ്ട, ഇനി വേറെ അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് വെച്ച് വേറെ കാര്യങ്ങളിലേക്ക് തിരിയാം എന്നുള്ള രീതിയിലേക്ക് പലരും ജീവിതം അവസാനിപ്പിക്കാറുണ്ട്. പക്ഷേ
എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്താ പറയുക, കുറേയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചിലപ്പോഴൊക്കെ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചുറ്റും കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഒരു തരത്തിൽ ഇവരുടെ കൂടെ, അതായത് നമ്മളുടെ ലൈഫ് പാർട്ട്ണർക്ക് വേറൊരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ നമുക്ക് വേറൊരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ അങ്ങനെ പഴയ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുപോരാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് പോരാം. അതല്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ തന്നെ ഒരു സെക്കൻഡ് ചാൻസോ തേർഡ് ചാൻസോ ഒക്കെ കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ചാൻസോ തേർഡ് ചാൻസോ സ്വയം എടുക്കുന്നതിലും ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് മനസ്സിലാക്കുന്ന ആ ഒരു മനസ്സിലാക്കലിനൊരു പ്രത്യേക ഭംഗിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഞാനും ചേട്ടനും ഇടയ്ക്കിടയ്ക്ക് അടിയുണ്ടാക്കും ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ എങ്കിൽ പോലും അതൊക്കെ പിന്നീട് വളരെ നല്ലൊരു സിറ്റുവേഷൻസിലേക്കാണ് എത്തിക്കാറുള്ളത്. പിന്നെ ആ ഉണ്ണിക്ക് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് ഒരുമിച്ച് നിൽക്കാനാണ് തോന്നാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജന്മം കൊടുത്ത നമ്മളുടെ മക്കൾ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ അവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് ത്യാഗം സഹിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ആ ഒരു ത്യാഗം സഹിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ അവരുടെ ലൈഫും നല്ല ഭംഗിയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ സ്വയം നമ്മൾ സൃഷ്ടിച്ച നമ്മളുടെ മക്കൾക്ക്, അല്ലെങ്കിൽ നമുക്ക് ദൈവം തന്ന നമ്മളുടെ മക്കൾക്ക് സന്തോഷം കൊടുക്കാനോ അവരുടെ ജീവിതത്തിൽ എപ്പോഴും എന്താ പറയുക, അവർക്ക് ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു അവസ്ഥയാണ് നമ്മളെ കുറിച്ച് ഉണ്ടാകുന്നതെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ, അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് ഏറ്റവും തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ജീവിതം വളരെ വലുതാണ്, ജീവിതം വളരെ ചെറുതാണ്. ആ ചെറിയ ജീവിതത്തിനകത്ത് ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മളുടെ സമയം ഈ പറഞ്ഞ പോലെ ഇതെല്ലാം പരിമിതമാണ്. അപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് എല്ലാവരെയും കൂടെയുള്ളവരെയൊക്കെ സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയാൽ ഏറ്റവും നല്ലത് അതായിരിക്കും എന്നാണ് കേട്ടോ എനിക്ക് തോന്നണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ എനിക്കുള്ളൂ പറയാനായിട്ട്. അപ്പോൾ മാവയുടെ വണ്ടി വന്നു. കുറച്ച് കാര്യങ്ങൾ വണ്ടിയുടെ ഡ്രൈവറോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ ഉണ്ണികളൊക്കെ എത്തി നോക്കുകയാണ്. ഇതാണ് ധ്യാൻ തോമസ്. ധ്യാൻ തോമസ് എന്നാണ് പേരെന്നാണ് വിചാരിക്കുന്നത്. ഉണ്ണി ഗ്യാൻ തോമസ് എന്നാണ് കേട്ടോ പറയണേ. അപ്പോൾ എന്താ പറയുക, കുട്ടികളുടെ ആ ഒരു ഫ്രണ്ടിലൊരു വാവ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിനെയൊക്കെ കാണാൻ നല്ല രസമാണ്. കണ്ടോ നോക്കുന്നത്. ഒരു റിയാക്ഷനും ഉണ്ടാവില്ല നമ്മളെ കാണുമ്പോൾ. അതാണ് ആ വാവയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ അങ്ങോട്ട് കൈ കാണിച്ചും കാല് കാണിച്ചും കൈയും കാല് എന്താ പറയുക, നമ്മൾ കണ്ണും കലാശം കാണിക്കാമെന്നോ കൈയും കലാശം കാണിക്കുക അങ്ങനെ എന്തോ ഒരു സാധനമില്ലേ, അതൊക്കെ കാണിച്ച് ഗ്രാമിനെ ഞാനിപ്പോൾ ഒരു റൂട്ടിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ടാറ്റയൊക്കെ തരും കേട്ടോ. ഉണ്ണിക്ക് ടാറ്റ കൊടുക്കുമ്പോഴേക്കും അതും എനിക്ക് ടാറ്റയൊക്കെ തരും. അങ്ങനെ അപ്പോൾ വാവ എന്തായാലും പോയി. ഇനി ഞാൻ എൻ്റേതായ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ. രാവിലെ തന്നെ നമ്മളുടെ മക്കളെയോ അല്ലെങ്കിൽ നമ്മളുടെ ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വേറെ ആരെ തന്നെയാണെങ്കിലും അവരവരുടേതായ കാര്യങ്ങളിലേക്ക് പറഞ്ഞയച്ച് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം വരെ അല്ലെങ്കിൽ അവർ വരുന്നവരെയുള്ളൊരു കാത്തിരിപ്പുണ്ട്. അതൊരു പ്രത്യേക വികാരമാണല്ലേ. അത് കഴിഞ്ഞ് വൈകുന്നേരം അവരെ കാണുന്നത് വരെ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്ന ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ഞാനും ഇന്ന് എൻ്റെ മോളുടെ വരവിനായിട്ട് ഇങ്ങനെ കാത്തിരിക്കാൻ പോവാണ്. നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളെയോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്കോ ആയിട്ട് കാത്തിരിക്കുകയായിരിക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. നമ്മളുടെ എല്ലാം കാത്തിരിപ്പുകൾ ഫലപ്രദമായി വരട്ടെ എന്നുള്ളതും ആശംസിക്കുന്നു.